എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും നാളും ജീവിച്ചു വന്നിട്ടുള്ള ഒരു സന്ദർഭങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ആളുകളുടെ ഒരു കൂട്ടം. അതേപോലെ തന്നെയാണ് ഈ സ്പിരിച്വൽ ഹവേഴ്സിൽ വരുന്ന ആളുകളും. അവരും നമ്മുടെ കുടുംബത്തിലെ ഓരോ അതിഥികളാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ. അബാക് മീഡിയ എപ്പോഴും ഒരു പുതിയ തലത്തിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതൊരു പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ. പലപ്പോഴും സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും അത് വളരെ പുതുമയാർന്നതാണ്. ഒരു പക്ഷേ ഈ സ്പിരിച്വൽ അവേഴ്സിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രോഹിത് ചേട്ടൻ ഈ ഒരു ബുക്കിലോട്ട് കിടക്കാം. അതൊരു പക്ഷേ വലിയൊരു എന്താ പറയുക, ബുക്കിൻ്റെ ഉള്ളടക്കം ഒരു പക്ഷേ ആളുകൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്നൊരു ഉള്ളടക്കമാണെന്ന് പലപ്പോഴും എനിക്ക് രോഹിത് ചേട്ടൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്പിരിച്വൽ അവേഴ്സ് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും പുതുമയാർന്ന സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പല തലങ്ങളുമായി ഗുരുക്കന്മാർക്കും വന്നിരിക്കുന്ന ആൾക്കും സംസാരിക്കാൻ പറ്റുന്നൊരു തുറന്ന വേദി. ഫസ്റ്റ് പ്രോഗ്രാം വളരെ സക്സസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്ക് പ്രതീക്ഷകളും പുതിയ അറിവുകളും ഒക്കെ പകർന്ന ഫസ്റ്റ് സീസൺ 1 കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ സീസൺ 2 പറ്റി ഒരു അപ്ഡേഷൻ കാണുന്നുമില്ല. പിന്നെ രോഹിത് ഏട്ടനെ ഇപ്പോൾ പൊതുവെ അങ്ങനെ കാണുന്നില്ല എന്നുള്ള കുറേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം, രോഹിത് ഏട്ടനെ പറ്റി പറയുകയാണെങ്കിൽ രോഹിത് ഏട്ടൻ ഇപ്പം ഒരു യാത്രയിലാണ്. അപ്പം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നടന്ന സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വലിയ രീതിയിലുള്ള വിജയം തന്നെയായിരുന്നു. അതിനുശേഷം എല്ലാവരും പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് സ്പിരിച്വൽ അവേഴ്സ് 2 സംഘടിപ്പിക്കുന്നത്. പക്ഷേ രോഹിത് ഏട്ടനെ ആ ഒരു സമയത്ത് കാണാനില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പ്രേക്ഷകർ തിരക്കാറുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രോഹിത് ഏട്ടൻ ഒരു യാത്രയിലാണ്. അന്ന് പറഞ്ഞിരുന്ന ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ച എന്നൊരു പുസ്തകത്തെ പറ്റി രോഹിത് ഏട്ടൻ പറഞ്ഞിരുന്നു. ആ പുസ്തകത്തിൻ്റെ തിരക്കുകളുമായിട്ട് രോഹിത് ഏട്ടൻ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയുടെ ഇടയിലാണ് പുസ്തകം എഴുതുന്നതും എല്ലാം. അപ്പം അതുകൊണ്ട് രോഹിത് ഏട്ടൻ ആ ഒരു തിരക്കിലേക്ക് പോയി. എന്തായാലും സ്പിരിച്വൽ അവേഴ്സ് 2 അടുത്ത വരാൻ പോകുന്ന ജൂൺ 1 വരികയാണ്. അന്ന് വരുന്ന ഗസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തസ്മൈ ഗുരുജി തന്നെയാണ് പ്രധാനപ്പെട്ട ഉള്ളത്. പിന്നുള്ളത് മഹാചണ്ടാള ബാബയാണ്. അതിനുശേഷം സീമ സുഭാഷ്, പിന്നീടുള്ളത് നിശാന്ത് തോപ്പിലാണ്. അങ്ങനെ ഈ 4 പേരാണ് അടുത്ത സ്പിരിച്വൽ അവേഴ്സിലേക്ക് ഗസ്റ്റുകളായിട്ട് വരുന്നത്. കഴിഞ്ഞ സ്പിരിച്വൽ അവേഴ്സ് ഒന്നാമത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും നാളും ജീവിച്ചു വന്നിട്ടുള്ള ഒരു സന്ദർഭങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ആളുകളുടെ ഒരു കൂട്ടം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജേർണലിസ്റ്റ് ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം അതിൻ്റേതായിട്ട് ഒരുപാട് പോരായ്മകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്പിരിച്വൽ അവേഴ്സ് 1 ചെന്നപ്പോഴാണ് ഒരുപാട് പേരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയത്. കുറേ പേര് പറഞ്ഞു എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു കുഞ്ഞിന് ഞങ്ങളെ അറിയത്തില്ലായിരിക്കും, പക്ഷേ ഞങ്ങൾക്കറിയാം. ആ രീതിയിൽ അവരുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടാൻ പോകുന്ന വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം രോഹിത് ഏട്ടനെ സംബന്ധിച്ചാണെങ്കിൽ അബാക് മീഡിയ എന്ന് പറയുന്ന ചാനലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ രോഹിത് ഏട്ടനെ തേടി വരികയും രോഹിത് ഏട്ടനുമായി ബന്ധം പുതുക്കി ഇങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം ഒരു കുടുംബമായിട്ടാണ് ഇപ്പോഴും രോഹിത് ഏട്ടൻ കൊണ്ടു നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പം നമ്മളെ ആണെങ്കിൽ പോലും ഒരു കുടുംബത്തിലെ അതിഥികളായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ആ ഒരു സ്നേഹം എപ്പോഴും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ സ്പിരിച്വൽ ഹവേഴ്സിൽ വരുന്ന ആളുകളും. അവരും നമ്മുടെ കുടുംബത്തിലെ ഓരോ അതിഥികളാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ. ഇവരെല്ലാം പറയുന്ന ആശയങ്ങൾ ഇതെങ്ങനെ ജീവിതത്തിലേക്ക് എടുക്കാൻ കഴിയും, ഇല്ലെങ്കിൽ ഇവർക്ക് ഉള്ള സംശയങ്ങൾ ഇതെങ്ങനെ ദൂരീകരിക്കാൻ കഴിയും. ഇപ്പം നമുക്ക് തസ്മൈ ഗുരുജി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തസ്മൈ ഗുരുജി ശവക്കറി കഴിക്കുന്നത് നിർത്തുക എന്ന് പറയുന്ന രീതിയിൽ പോകുന്ന ഒരാളാണ് തസ്മൈ ഗുരുജി. ചണ്ടാള ബാബയെ സംബന്ധിച്ചാണെങ്കിൽ ചണ്ടാള ബാബ ഈ കൗളാചാര മാർഗപ്രകാരം പൂജകളും കാര്യങ്ങളുമൊക്കെ ചെയ്തു വരുന്ന ഒരു ഗുരുവാണ്. അതേപോലെ തന്നെ സീമ സുഭാഷും ഈ ശവക്കറി കഴിക്കുന്നത് നിർത്തുക എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പം വ്യത്യസ്തപരമായിട്ടുള്ള ആശയങ്ങളാണ് ഇവരെല്ലാം കൊടുക്കുന്നത്. അതേസമയം നിശാന്ത് തോപ്പിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് അറിവുള്ളൊരു മനുഷ്യനാണ്. ഞാൻ സംബന്ധിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതലും അറിവുള്ള ഒരാളാണ് എന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് നിശാന്ത് തോപ്പിൽ. കാരണം അദ്ദേഹത്തിനുള്ള അറിവുകൾ
അത് ക്ഷേത്ര സംബന്ധമായിട്ടാണെങ്കിലും വാസ്തുപരമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഡോക്ടറേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്ന ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ അറിവുകളുണ്ട്. അതെല്ലാം നമ്മൾ കേട്ടിരിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നതിലും അപ്പുറത്താണ്. ഈ അറിവുകളെല്ലാം ആളുകളിലേക്ക് എത്തിക്കാനും അവർക്ക് സംവദിക്കാനും അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും കിട്ടുന്ന ഏറ്റവും വലിയൊരു വേദി തന്നെയാണ്. എന്നാലും റോജിൻ ചേട്ടൻ അടുത്ത സ്പിരിച്വൽ അവേഴ്സ് 2-ൽ കാണും. പിന്നെ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പിരിച്വൽ അവേഴ്സിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. കുറേ പേരുടെ അഭിപ്രായം ഞാൻ അറിഞ്ഞു. രോഹിത് ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. കാരണം അബാക് മീഡിയ എപ്പോഴും ഒരു പുതിയ തലത്തിലോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അതൊരു പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുള്ളൂ. പലപ്പോഴും സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും വളരെ പുതുമയാർന്നതാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടത് കേട്ടതല്ല. ഒരു പക്ഷേ നമുക്ക് ഓൺലൈൻ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നേരിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പല ഗസ്റ്റുകളെയും നേരിട്ട് ഈ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയൻസിന് കാണുക, അവരോട് സംസാരിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക, അവരുടെ സംശയങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമുക്ക് എന്തും പറയാം. പക്ഷെ അതുപോലെയല്ല നമുക്കൊരു തുറന്ന സദസ്സുമായി നമ്മൾ നേരിട്ട് ബന്ധപ്പെടുമ്പോണ്ടാവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സ്പിരിച്വൽ അവേഴ്സിന് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് സമീപിക്കണ്ടേ. ഇപ്പോൾ രണ്ടാമത്തെ സ്പിരിച്വൽ അവേഴ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനുള്ളൊരു ഇവിടുന്ന് എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരും. എനിക്ക് തോന്നുന്നു അത് പുതുമയാർന്നൊരു അനുഭവമായിരിക്കും ഒരു പക്ഷേ. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളുടെ സത്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ്. ഒരു പക്ഷേ നമുക്കതൊരു ഓപ്പൺ മൈൻഡോടെ നമുക്ക് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവില്ല. അതിന് മറ്റൊരു ബോധതലമാണത്. ആ ബോധപരിണാമം എത്തുന്ന ആൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും അന്വേഷിച്ച് വരുന്നവർ മാത്രമാണ് അവിടെയുള്ളത്. അതെ 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 അന്വേഷിച്ച് വരുന്നവരും ഇനി അന്വേഷിക്കാൻ ഇരിക്കുന്നവർക്കും ഒരു പക്ഷേ സ്പിരിച്വൽ അവേഴ്സ് ഭയങ്കര ഒരു ഭയങ്കര ലൈഫിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഭയങ്കര ഉറപ്പായിട്ടുള്ളൊരു പ്രോഗ്രാമായിരിക്കും. ഒരു പക്ഷേ ഈ സ്പിരിച്വൽ അവേഴ്സിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രോഹിത് ചേട്ടൻ ഈ ഒരു ബുക്കിലോട്ട് കിടക്കാം. അതൊരു പക്ഷേ വലിയൊരു ബുക്കിൻ്റെ ഉള്ളടക്കം ഒരു പക്ഷേ ആളുകൾക്ക് അത്ഭുതം ഉണ്ടാക്കുന്നൊരു ഉള്ളടക്കമാണെന്ന് പലപ്പോഴും എനിക്ക് രോഹിത് ചേട്ടൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വളരെ അത്ഭുതങ്ങളും ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു സ്പിരിച്വാലിറ്റിയിലോട്ട് ഒരു വ്യക്തിയുടെ ട്രാൻസ്ഫോർമേഷൻ, ആ സ്പിരിച്വാലിറ്റിയിലോട്ട് ഒരു വ്യക്തി കടക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും പല സിഗ്നൽസും എല്ലാം എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് ആ ബുക്കിൽ നിന്ന് മനസ്സിലാവും. എനിക്കൊന്ന് ഇത് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള കുട്ടു എന്ന് പറയുന്ന കുട്ടുവിനെ അബാക് മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം. കുട്ടുവിൻ്റെ വീട്ടിൽ പോയ അനുഭവവും അതിനുശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം കൂടെ കണക്ട് ചെയ്തു വരുന്ന ഒരു പുസ്തകമാണെന്ന് രോഹിതൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എന്നൊരു പുസ്തകത്തിലൂടെ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് കുട്ടുവുമായി ബന്ധപ്പെട്ടായിരിക്കും. കാരണം കുട്ടു എന്ന് പറയുന്ന ആ ഒരു സോളിൻ്റെ പ്രസൻസ് രോഹിതൻ അത്രത്തോളം കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിടിച്ചുലച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് വലിയൊരു വിജയമാവട്ടെ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെങ്കിലും രോഹിതൻ എഴുതുന്ന ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ച ആ പുസ്തകത്തിന് എല്ലാവിധ പിന്തുണയും നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവിധ ആശംസകളും കൊടുക്കാമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അപ്പോൾ സ്പിരിച്വൽ അവേഴ്സ് 2 തൃശ്ശൂർ വെച്ച് നടക്കുന്ന പ്രോഗ്രാം ഒരു പക്ഷേ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയാൽ അതൊരു പക്ഷേ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. കാരണം നമ്മളെല്ലാവരും അവിടെ ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരെയും വീണ്ടും വെൽക്കം ചെയ്യുന്നു അല്ലേ? എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണം.